ഇങ്ങനെ ഇരിക്കുന്ന റൂമിനെ നമ്മൾ ഇങ്ങനെ ആക്കിയെന്ന് നോക്കിയാലോ. ഗൈസ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ കുത്തിയിരുന്ന് വൃത്തിയാക്കിയത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു അലമാരിയൊക്കെ വൃത്തിയാക്കിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊന്ന് റെഡിയാക്കിയതാണ്. പക്ഷേ 2 അടുപ്പ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ തതീവ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഞാനത് വൃത്തിയാക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഈ വണ്ണം വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പല ടോപ്പുകളും കറക്റ്റ് ആകത്തില്ല. കുറേയൊക്കെ ഞാൻ തയ്ക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ അളവിന്, അതായത് കൂട്ടിയിട്ട് ഞാൻ തയ്ക്കത്തില്ല. അപ്പോൾ ഇത്തിരി പിശിക്ക് ഞാൻ തുണി മേടിക്കും, അങ്ങനെ തയ്ക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ വണ്ണം വെച്ചുകൊണ്ട് എനിക്ക് പല ടോപ്പുകളും കറക്റ്റ് അല്ല. അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല പണി. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു വൈറ്റ് ടോപ്പ് ഞാൻ വണ്ണം വെച്ച് ഇതും എനിക്കിപ്പോൾ ചെറുത് ആർക്കെങ്കിലും എനിക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. വണ്ണം ഇല്ലാത്ത ഏതെങ്കിലും പിള്ളേർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇനി ആരെങ്കിലും തപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വൃത്തിയാക്കൽ ഇറങ്ങിയതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിത് ഈ വരുന്ന ഞായറാഴ്ച ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് ആളുടെ അലമാര വൃത്തിയാക്കാൻ പോകും. അപ്പോൾ എൻ്റെ ഇങ്ങനെ വൃത്തിയാക്കിയാൽ എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് കൂട്ടാണെന്ന് എനിക്കൊരു തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പം എന്തെങ്കിലും ക്ലീനിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ മൊത്തം, അതായത് ഇപ്പോൾ റൂം അലമ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മൊത്തം ഞാൻ തീർത്തിട്ടേ ഞാൻ തിരിച്ച് കയറത്തുള്ളൂ. അല്ലാതെ കുറച്ചിരുന്ന് ചെയ്തിട്ട് ബാക്കി അടുത്ത ദിവസം ചെയ്യാൻ അങ്ങനെ പെയിൻറ്റിങ് വെച്ചാൽ എനിക്ക് രാത്രി ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് തീർത്തിട്ടേ ഞാൻ വരത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു വാച്ച് കണ്ടിട്ട് ഞാൻ ചേട്ടൻ കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. ചുമ്മാ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഏകദേശം എൻ്റെ പണികളെല്ലാം തീർന്നു. താഴെ കിടന്ന കുറച്ച് ചപ്പിച്ചവറുകൾ, അതായത് നമ്മൾ ഈ അലമാരയിൽ പത്രം ഇടുമല്ലോ, അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കൊള്ളാവോ? ഇങ്ങനെയൊക്കെ എൻ്റെ അഭിമാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ ഇത് ആ ഒരു മൂച്ചിരുന്ന് അങ്ങ് ചെയ്യും. ഇല്ലെങ്കിൽ മടിയാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ബൈ.